കഴിഞ്ഞ ക്ലാസ് മുതൽ പ്രധാനമായും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാമോദീസായുടെ അർത്ഥതലത്തെക്കുറിച്ചും വേദപുസ്തക അടിസ്ഥാനത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പ്രതിപാദിച്ചു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു പൈതലിനെ വിശുദ്ധ മാമോദീസ നൽകുന്നതിന്റെ വേദപുസ്തക അടിസ്ഥാനവും അതിന്റെ ശാസ്ത്രീയമായ സാങ്കത്യവും അത് വേദപുസ്തക പശ്ചാത്തലത്തിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു. ഇനിയും പ്രധാനമായും മാമോദീസയുടെ വേദപുസ്തക അടിസ്ഥാനത്തിന്റെയും വേദശാസ്ത്ര വീക്ഷണത്തിന്റെയും രണ്ടാം ഭാഗമാണ് ഇന്ന് ക്ലാസ്സിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. I would like to say the biblical basis of the celebration of the baptism as well as theological understanding about the sacrament of baptism. First of all, we have to understand there are two traditions about baptism in Bible, especially in the New Testamental teachings. One is Johannine approach and the second is Pauline approach. വേദപുസ്തകത്തിൽ വിശുദ്ധ മാമോദീസയെ കുറിച്ച് രണ്ട് പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് യോഹന്നാൻ അപ്പോസ്തലന്റെ പഠിപ്പിക്കലാണ്. രണ്ടാമത്തേത് ധന്യനായ പൗലോസ് അപ്പോസ്തലന്റെ പഠിപ്പിക്കലാണ്. രണ്ട് പാരമ്പര്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ വിവിധ തരത്തിലുള്ള രണ്ട് പഠിപ്പിക്കലുകളല്ല. വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള പ്രധാനമായ പഠിപ്പിക്കലിന്റെ രണ്ട് വഴിത്താരകൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇത് രണ്ട് വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകളാണ് എന്നുള്ള ധാരണ മനസ്സിൽ വരരുത്. ധന്യനായ യോഹന്നാൻ അപ്പോസ്തലന്റെ പാരമ്പര്യം വിശുദ്ധ മാമോദീസ വീണ്ടും ജനനമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് Gospel according to St. John chapter 3, in which we are familiar with the encounter between Nicodemus and our Lord Jesus Christ. Their subject of debate was about the eternal life. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിക്കോദിമോസും യേശുക്രിസ്തുവും തമ്മിലുള്ള സംവാദം, ആ സംവാദം യഥാർത്ഥത്തിൽ അതിന്റെ പ്രധാന വിഷയം നിത്യജീവനെ കുറിച്ചാണ്. നിക്കോദിമോസ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത് നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. ആ സന്ദർഭത്തിൽ നിക്കോദിമോസ് പ്രതിനിധാനം ചെയ്യുന്നത് അന്ന് നിലവിലിരിക്കുന്ന സംയുക്തമായ വിശദീകരണങ്ങളാണ്. പ്രായമായ മനുഷ്യൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുവോ? അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം, ബോൺ അഗൈൻ. യഥാർത്ഥത്തിൽ നമ്മുടെ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ മാമോദീസയുടെ വ്യാഖ്യാനത്തിന്റെ ഒരു റെട്രോസ്പെക്റ്റീവ്, ഇന്ന് നിലനിൽക്കുന്ന ആരാധനാക്രമത്തിന്റെ പാരമ്പര്യത്തിന്റെ പിറകോട്ടുള്ള പഠനം അത് ചെന്നെത്തുന്നത് ജോണൈൻ ട്രഡീഷനിലാണ്. യോഹന്നാൻ അപ്പോസ്തലനാൽ സഭയ്ക്ക് ലഭിക്കപ്പെട്ട വീണ്ടും ജനനം എന്ന പാരമ്പര്യം. യഥാർത്ഥത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഫിസിക്കലായി നമ്മൾ ജനിച്ചു. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളായി പരിണമിക്കുന്നു, ദൈവത്തിന്റെ മക്കളായി തീരുന്നു. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, നമുക്ക് ലഭിക്കുന്നത് 3 നൽവരങ്ങളാണ് വീണ്ടും ജനനത്തിലൂടെ: ഇറ്റേണൽ ലൈഫ്, ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആൻഡ് വി become the children of God Almighty through baptism. നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാമോദീസയിലൂടെ നിത്യജീവനെ പ്രാപിച്ചു. കാരണം ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ സ്വീകരിച്ച് മരണത്തെ ജയിച്ചു, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു വിശുദ്ധ മാമോദീസയിലൂടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമുക്ക് ലഭിക്കുന്നു. അപ്പൊ മാമോദീസ വീണ്ടും ജനനം എന്ന വളരെ മനോഹരമായ യോഹന്നാൻ അപ്പോസ്തലന്റെ ആശയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അടിസ്ഥാനവും പിന്തുടർച്ചയും.
നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ മാമോദീസായിലൂടെ ഈ ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു, സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ. കാരണം നമ്മൾ ചരിത്ര ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശവും യഥാർത്ഥത്തിൽ നാം പ്രാപിച്ച നിത്യജീവനിലേക്കുള്ള വളർച്ചയാണ്. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതും കൗദാശിക അനുഭവത്തിൽ നമ്മൾ വരുന്നതുമെല്ലാം. അതിന്റെ റീസൺ, അതിന്റെ യുക്തി എന്ന് പറയുന്നത് വി ആർ ബാപ്റ്റൈസ്ഡ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധന്യനായ യോഹന്നാൻ അപ്പോസ്തലൻ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മാമോദീസായിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭവം അത് പുത്രസ്വീകാര്യവും നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവുമാണ്. എന്നാൽ അല്പം കൂടെ ഇതേ അർത്ഥതലം ആണ് എങ്കിലും അല്പം കൂടെ വിശദമായി അന്നത്തെ ഒരു യവന യഹൂദ തത്വസംഹിതകളുടെ പശ്ചാത്തലത്തിൽ മാമോദീസായെ സംയുക്തമായി വിശുദ്ധ പൗലോസ് ശ്ലീഹ വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെയാണ് പോളൈൻ അപ്രോച്ച് അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, റോമാലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് അപ്പോസ്തലന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം, മാമോദീസ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ്. റോമാലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ അല്ല, ഇങ്ങനെ അത് പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും, നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തോട് നാം മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പം കോ ബറീഡ്, കോ റൈസ്ഡ് ആൻഡ് വോക്ക് വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ബാപ്റ്റിസം. ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഇത് ധന്യനായ പൗലോസ് അപ്പോസ്തലന്റെ മനോഹരമായ വിശദീകരണമാണ്. ഇതിനെയാണ് പോളൈൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുഖവരയിൽ ഇന്ന് ആദ്യം പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യോഹന്നാൻ അപ്പോസ്തലൻ വിശുദ്ധ മാമോദീസായെ കുറിച്ച് നൽകുന്ന വീണ്ടും ജനനം എന്ന വ്യാഖ്യാനം. യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും പ്രിയ സഹോദരങ്ങളായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചതോടെ നാം ക്രിസ്തുവിൽ ജനിച്ചിരിക്കുന്നു. അത് നിത്യജീവൻ, പരിശുദ്ധാത്മ അഭിഷേകം, ദൈവമക്കൾ എന്ന വലിയ അവകാശത്തിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. നാം ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്നു. ആ ദൈവരാജ്യ അനുഭവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഇതേ അർത്ഥതലത്തിൽ അല്പം കൂടെ വിശദമായി പൗലോസ് ശ്ലീഹ വിവരിക്കുന്നതാണ് പോളൈൻ അപ്രോച്ച്. ആ പൗലോസ് ശ്ലീഹയുടെ സമീപനം ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും നമ്മൾ പങ്കാളികളായി നാം ഇനിയും ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഈ 2 ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 2 നിഗമനങ്ങൾ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ വിശുദ്ധ മാമോദീസയെ കുറിച്ചുണ്ട്. ഒന്ന്, നമ്മൾ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിലാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സഭാ പഠനങ്ങളിൽ വിശുദ്ധ തൃത്വനാമം നമ്മൾ മാമോദീസ സ്വീകരിച്ചു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു, പഠിക്കുന്നു. എന്നാൽ ഈ തൃത്വനാമം എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ
മൂന്ന് ദൈവങ്ങൾ എന്നൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അത് പരിശുദ്ധ തൃത്വവിശ്വാസത്തിന്റെ പഠനത്തിൽ നമുക്ക് പറ്റിയ ഒരു അപജയമാണ്. തൃത്വവിശ്വാസത്തിന്റെ കുഴപ്പമല്ല, നമ്മൾ മനസ്സിലാക്കിയതിലെ വലിയൊരു അപജയമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, പ്രത്യേകിച്ച് അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ക്രിസ്ത്യാനിക്ക് 3 ദൈവമുണ്ട്, പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും എന്നൊരു ബൈഫർക്കേറ്റ് ചെയ്യുന്ന ചില ആരാധനാ പാരമ്പര്യങ്ങൾ അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്നത് ഓർക്കുക, സർവശക്തനായി ദൈവം ഏകനാകുന്നു, സത്യദൈവം സത്യമായും ഏകനാകുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവം ഏകനാകുന്നു എന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആകുന്ന സത്യദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. ഈ ബോധ്യം നമുക്ക് നല്ലതുപോലെ ഉണ്ടാകണം എന്നോർത്ത് ആ സത്യദൈവം തൃത്വമായി ആരാധിക്കപ്പെടുന്നു, ഏകനായി ഗ്രഹിക്കപ്പെടുന്നു. ഇത് ഞാൻ ഇതിനോട് ചേർത്ത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, മാമോദീസ ക്രമത്തിൽ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും എന്ന് പറയുമ്പം അഭിഷേകം എന്ന പൊതുസംജ്ഞ യഥാർത്ഥത്തിൽ ഏകദൈവം എന്ന അർത്ഥതലത്തെ കൂടുതൽ പൂർണ്ണമാക്കുകയാണ്. അപ്പൊ നമ്മളെ യോഹന്നാൻ അപ്പോസ്തലന്റെ സമീപനത്തിലൂടെയും പൗലോസ് ശ്ലീഹായുടെ പഠിപ്പിക്കലിലൂടെയും മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആകുന്ന ഏകദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് മാമോദീസ മുക്കുന്നത്? അവിടെയാണ് ഈ പൗലോസ് ശ്ലീഹായുടെ പാരമ്പര്യം നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ കൂടുതലായി കടന്നു വന്നു. യേശുവിനോടുകൂടെ അവന്റെ മരണത്തിലും കബറടക്കത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി എന്നത് അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്തായി തീരുന്ന ഒന്ന് നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നതിലൂടെ കണ്ടോ, മുങ്ങി അതോടെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് വെള്ളത്തിൽ നിന്ന് ഉയർത്തുന്നു. ആ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ പങ്കാളിയായിട്ടാണ് വല്യപ്പച്ചനോ വല്യമ്മച്ചോ പിടിച്ചിരിക്കുന്ന പുതിയ കവണിയിലേക്ക് ഈ കൊച്ചു കുഞ്ഞിനെ നൽകുന്നത്. അപ്പം സ്നാനമാണ്, മുങ്ങലാണ് എന്നതും നമ്മുടെ പാരമ്പര്യത്തിലൂടെ സൂചിപ്പിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് വേദഭാഗങ്ങൾ അത് തന്നെ പഠിപ്പിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് വ്യക്തമായി പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ നാമത്തിലുള്ള മാമോദീസയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ സ്നാനം അത് തളിക്കലല്ല, മറിച്ച് മുങ്ങലാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് കബറടക്കപ്പെട്ട പുനരുത്ഥാനം ചെയ്ത അനുഭവം എന്ന തരത്തിൽ വിശദീകരിക്കുന്ന കൊലോസ്യ ലേഖനത്തിലും ഇതേ പ്രതിപാദനം ധന്യനായ പൗലോസ് അപ്പോസ്തലൻ നിർവഹിക്കുന്നു. ഇതാണ് രണ്ടാമത് പറയാനുള്ള കാര്യം. രണ്ടാമത് എന്ന് പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള വേദപുസ്തക വ്യാഖ്യാനത്തിൽ 2 പാരമ്പര്യങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നു. യോഹന്നാന്റെ പാരമ്പര്യവും പൗലോസ് ശ്ലീഹായുടെ പാരമ്പര്യവും. അതിന്റെ ഉള്ളടക്കത്തിൽ 2 പാരമ്പര്യങ്ങളുടെയും സൂചനകൾ ഒന്ന് തന്നെയാണ്, എന്നാൽ 2 മർമ്മങ്ങളെ അത് വിശദീകരിക്കുന്നു എന്ന് മാത്രം. യോഹന്നാൻ വീണ്ടും ജനനത്തെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ മരണത്തിനും കബറടക്കത്തിനും പുനരുത്ഥാനത്തിനുമുള്ള പങ്കാളിത്തത്തെ കുറിച്ചും പറയുന്നു. 2 പ്രധാന ആശയങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നു. ഒന്ന്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചു. 2, മാമോദീസ ശരിയായ അർത്ഥതലത്തിൽ മുങ്ങലാണ്, സ്നാനമാണ് എന്നുള്ളതും ഈ വേദപുസ്തക പാരമ്പര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും രണ്ടാമത് എന്ന് പറയുമ്പോൾ ഈ ക്ലാസിന്റെ സെക്കൻഡ് ഡിവിഷൻ, ആദ്യത്തെ ഡിവിഷനിലെ 2 ഭാഗങ്ങൾ. Then we come to the second portion of this particular class about Holy Baptism. Here I would like to say about the institution of Holy Baptism.
ഹൂ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഹോളി ബാപ്റ്റിസം. നമ്മൾ എപ്പോഴും ഓർക്കണം, കൂദാശകളുടെ തുടക്കം. Whenever we think about the origin and the development of sacrament, the origin of sacrament we see in Jesus Christ. യേശു ക്രിസ്തുവിലാണ് വിശുദ്ധ കൂദാശകളുടെ തുടക്കം. നമുക്കറിയാം, വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ മാമോദീസ, ഹു ഇനീഷ്യേറ്റഡ് ആൻഡ് ഹു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് the holy baptism. Holy baptism was instituted by our Lord Jesus Christ. യേശു ക്രിസ്തു വിശുദ്ധ മാമോദീസ സ്ഥാപിച്ചു. എപ്പോൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമുക്കെല്ലാം അറിയാം. ആ സന്ദർഭം കർത്താവിന്റെ 3 സുവിശേഷങ്ങളുടെ, സിനോപ്റ്റിക് ഗോസ്പൽസിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ 3 സമാന വീക്ഷണ സുവിശേഷങ്ങളുടെ പാരമ്പര്യത്തിൽ കർത്താവ് അന്ത്യത്താഴ് സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാന സ്ഥാപനം അതിന്റെ പൂർണ്ണതയിലെത്തുന്ന കർത്താവിന്റെ കുരിശിലെ മരണത്തോടെയാണ്. യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുപോലെ തന്നെ കർത്താവാണ് ക്രിസ്തീയ മാമോദീസ സ്ഥാപിച്ചത്. എപ്പോൾ? അവിടെയാണ് ഈ യോർദാനിലെ കർത്താവ് സ്വീകരിച്ച മാമോദീസയുടെ ശരിയായ അർത്ഥം പഠിക്കേണ്ടത്. ഞാനിത് പറയുന്നത് ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ആശയം അതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ മാമോദീസ ഏകുന്നത് നമുക്ക് പാപമോചനം വേണം, നിത്യജീവന്റെ അവകാശം വേണം, ദൈവ മക്കളായി തീരണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അപ്പം മാമോദീസയിലൂടെ ലഭിക്കുന്ന 3 നൽവരങ്ങൾ നിത്യജീവനും ദൈവമക്കളെന്ന അവകാശവും പരിശുദ്ധാത്മ അഭിഷേകവുമാണ്. അപ്പൊ നമ്മളോട് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ, എന്തിനാ മാമോദീസ സ്വീകരിക്കുന്നത്? അത് നിത്യജീവനെ പ്രാപിക്കാനാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാനാണ്, ദൈവത്തിന്റെ മക്കളായി തീരാനാണ്. അങ്ങനെ ഒരു മാമോദീസ യേശുവിന് ആവശ്യമാണോ? അതാണ് യേശു മാമോദീസ സ്വീകരിച്ചത് എന്തിനെ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സന്ദേഹം. യേശുവിനെ ദൈവമക്കൾ, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മക്കളായി മാമോദീസയിലൂടെ തീരേണ്ട ആവശ്യം യേശുവിനില്ല. എന്നാ അതിന്റെ കാരണം? ഇൻ ഹിസ് ബീയിങ് ഹി ഈസ് ദി ഇറ്റേണൽ സൺ ഓഫ് ഗോഡ്. ഉണ്മയിൽ അവൻ ദൈവപുത്രനാണ്, നിത്യനായ ദൈവത്തിന്റെ പുത്രൻ. നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്ന ഈഹീദോയോ, ബ്രോ ഈഹീദോയോ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ഏകപുത്രനാണ്. അപ്പം ഒരു മാമോദീസയിലൂടെ പുത്രത്വം സ്വീകരിക്കേണ്ട കാര്യം യേശുവിനില്ല. മറിയാമിനോട് മാലാഖ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ അവൻ നിത്യനായ ദൈവപുത്രനാണ്. ദൈവപുത്രനായി തീരുവാൻ ഒരു മാമോദീസയുടെ ആവശ്യം ഇല്ല. അവൻ സാരാംശത്തിൽ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും. അപ്പം മാമോദീസ പുത്ര സ്വീകാരത്തിന് വേണ്ടി കർത്താവിന് ആവശ്യമില്ല. 2, നിത്യജീവൻ. വീണ്ടും പറയുന്നു, നിത്യജീവൻ മാമോദീസയിലൂടെ കർത്താവ് പ്രാപിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഉണ്മയിൽ അവൻ നിത്യനാണ്. അപ്പൊ പിന്നെ എന്തിനാ മാമോദീസ സ്വീകരിച്ചത്? നിത്യജീവന്റെ ആവശ്യത്തിന് വേണ്ടി അല്ല, പുത്രസ്വീകാര്യത്തിനും അല്ല. പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടിയത് ഈ 30-ാമത്തെ വയസ്സിൽ മാമോദീസയിലൂടെയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിഭാഗക്കാരുണ്ട് കേട്ടോ. എപ്പോഴും ഓർക്കണം, കർത്താവിനെ യോർദാൻ നദിയിൽ വെച്ച്, പരിശുദ്ധാത്മാവിനെ യോർദാൻ നദിയിൽ വെച്ചാ കർത്താവ് പ്രാപിച്ചത്. അതുവരെ കർത്താവിന് പരിശുദ്ധാത്മാവില്ല എന്ന് പറയുന്നത് കർത്താവിന്റെ ലൈഫ് ആൻഡ് പേഴ്സൺ, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള വേദവിപരീതം. കാരണം അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പോലും പരിശുദ്ധാത്മാവില്ല. അപ്പൊ പിന്നെ യോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് കിട്ടേണ്ട ആവശ്യമുണ്ട്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും.
ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്. അവന്റെ ഉണ്മയിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏക ദൈവമാണ്. അപ്പോൾ പിന്നെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രാപ്തി പ്രത്യേകിച്ച് കിട്ടേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഓർക്കണം, മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം കർത്താവിന് കിട്ടി എന്ന് മറ്റു ചിലർ പഠിപ്പിക്കുന്ന പോലെ നമ്മളും ചിന്തിച്ചാൽ 30 വയസ്സ് വരെ കർത്താവിന് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറയേണ്ടി വരും. അത് കർത്താവിന്റെ വ്യക്തിത്വം, മനുഷ്യാവതാരം, മാതാവിന്റെ ഉദരത്തിൽ ഉരുവായ സന്ദർഭം, ഇതെല്ലാം വ്യക്തമാക്കുമ്പോൾ സത്യത്തിൽ മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവ് കിട്ടിയത് എന്ന വാദം തെറ്റാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൺഷിപ്പ്, ഇറ്റേണൽ ലൈഫ് and indwelling of the Holy Spirit, Jesus received in his being itself. There is no need of a further baptism in order to receive these 3 gifts. ഈ 3 കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ മാമോദീസ സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാ കർത്താവ് മാമോദീസയത്തെ? അവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരം. എന്തിനാ? Why did he receive baptism from John the Baptist in River Jordan? The very significant answer is that in order to institute the Christian baptism. In order to institute the Christian baptism. എന്തിനു വേണ്ടിയാ കർത്താവ് മാമോദീസ സ്വീകരിച്ചേ? കർത്താവിന് വേണ്ടിയല്ല, മറിച്ച് ഈ സൃഷ്ടി മുഴുവന്റെയും പുനർക്രമീകരണത്തിന് വേണ്ടി, നമുക്ക് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ലഭിച്ച് നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ക്രിസ്തീയ മാമോദീസ സ്ഥാപിക്കുന്നതിന് വേണ്ടി കർത്താവ് മാമോദീസ സ്വീകരിച്ചു. ഇത് യോർദാനിലെ സംവാദത്തിൽ ഉണ്ട്. ദ ഡിബേറ്റ് ബിറ്റ്വീൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവും യോഹന്നാനും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമുണ്ട്. എന്താ സംവാദം? യേശു ക്രിസ്തു യോർദാൻ നദിയിൽ മാമോദീസ മുങ്ങുവാൻ ചെല്ലുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ മാമോദീസ മുക്കത്തില്ല, കാര്യം നിന്നാൽ ഞാൻ മാമോദീസ സ്വീകരിക്കേണ്ടവനാണ്. അതിനെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ മനോഹരമായി, ആലങ്കാരികമായി, എലാബറേറ്റ് ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സെറൂഗിലെ മാർ യാക്കോബ്, അദ്ദേഹം ക്രിസ്തുവിന്റെ മാമോദീസയെ കുറിച്ച് മനോഹരമായ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് യോഹന്നാനും യേശുവും തമ്മിൽ ഭയങ്കര സംവാദമാണ്. അപ്പൊ യാക്കോബ്, പിതാവായ യാക്കോബ് ഇമാജിനേഷണൽ ഭാവനയിൽ പറയുന്നു, യോഹന്നാൻ വിശദമായി ചോദിച്ചു, ഞാൻ എങ്ങനെ നിന്റെ മാമോദീസ മുക്കും? പിതാവിന്റെ നാമത്തിൽ എങ്ങനെ നിന്റെ മേൽ കൈവെക്കും? സർവശക്തനായ പിതാവ് നിന്നോടുകൂടെ. എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏകദൈവമാണ് നീ. പുത്രന്റെ നാമത്തിൽ ഞാൻ എങ്ങനെ കൈവെക്കും? കാര്യം നിത്യനായ ദൈവത്തിന്റെ പുത്രനാണിത്. പരിശുദ്ധാത്മാവ്, യഥാർത്ഥത്തിൽ ഞാൻ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൈകൾ നിന്റെ മേൽ വയ്ക്കും? ചുരുക്കി പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ഏകദൈവം. ആ ഏകദൈവമാണ് യോർദാൻ നദിയിൽ നിൽക്കുന്നതെന്ന് യോഹന്നാൻ അറിയാം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു. നിത്യജീവന് വേണ്ടിയോ പുത്രസ്വീകാരത്തിന് വേണ്ടിയോ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയോ അല്ല. ഇപ്പോൾ നീ സമ്മതിക്കാം, കാര്യം ഇത് നിനക്ക് മനസ്സിലാകത്തില്ല. സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു. അത് വലിയ വ്യാഖ്യാനത്തിന്റെ മനോഹരമായ അർത്ഥഗർഭമായ എ പ്രൊഫൗണ്ട് വേർഡ് ആക്ച്വലി കമ്മിങ് ഫ്രം ദി മൗത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വളരെ ശക്തമായ ഒരു വാക്കാ പറഞ്ഞു. ഒന്ന്, ക്രിസ്തീയ മാമോദീസയുടെ ആരംഭം, ദി ഇനാഗുറേഷൻ ഓഫ് ദി ക്രിസ്ത്യൻ ബാപ്റ്റിസം, ഈ ഈവന്റിലൂടെ, സംഭവത്തിലൂടെ
അനേക ദൈവമക്കളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന മഹത്തരമായ, അല്ലെങ്കിൽ വീണുപോയ സൃഷ്ടിയെ പുനരായി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന മഹത്തരമായ സംഭവം, ആ ദൈവനീതിയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. രണ്ടാമത്, ക്രിസ്തീയ മാമോദീസായുടെ ത്രിയേക ദൈവം പിതൃപുത്ര പരിശുദ്ധാത്മാവ് ഇതുവരെ ചരിത്രത്തിന് വെളിപ്പെട്ടിട്ടില്ല. ആ പിതൃപുത്ര പരിശുദ്ധാത്മാവ് ചരിത്രത്തിന് വെളിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അരിയെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കണേ, ഞങ്ങൾ അച്ഛന്മാര് നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാ? നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, പ്രത്യേക പട്ടം കിട്ടി പൗരോഹിത്യ അധികാരമുള്ളവരാണ് വൈദികർ. ആ അധികാരത്താൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൈ നിങ്ങളുടെ ശിരസിൽ വെക്കുന്നു. യഥാർത്ഥത്തിൽ വിനയപുരസരം ഒരു വൈദികൻ അന്നേരം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവ് യേശു മിശിഹാ ശിഷ്യന്മാർക്കും, ശിഷ്യന്മാർ പുരോഹിതന്മാർക്കും, പുരോഹിതന്മാർ ബലഹീനനായി എനിക്കും നൽകിയ അധികാരത്താൽ. അങ്ങനെയാണ് ഈ കൈവച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അധികാരത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു. എന്നാൽ യോഹന്നാൻ യേശുവിന്റെ തലയെ കൈവച്ചു. ഹി പ്ലേസ്ഡ് ഹിസ് ഹാൻഡ് ഓൺ ജീസസ് ഹെഡ്. സത്യത്തിൽ ഇവിടെ യേശു ക്രിസ്തു അല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. യോഹന്നാൻ യേശുവിന്റെ ശിരസിൽ കൈവച്ചത് കൊണ്ട് യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ടു. അത് മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമം. ജീസസ് വാസ് നോട്ട് ബ്ലെസ്ഡ് ബൈ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ബട്ട് ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ത്രൂ പ്ലേസിംഗ് ഹിസ് ഹാൻഡ് ഓൺ ജീസസ്, he was blessed. Why? പ്രധാനപ്പെട്ട, വളരെ മനോഹരമായി പിതാവായ അപ്രയം പറയുന്നത്, ഇവിടെ ശുദ്ധീകരണം നടക്കുന്നത്, റെസ്റ്റോറേഷൻ, ദി ആക്ട് ഓഫ് റെസ്റ്റോറേഷൻ നടക്കുന്നത് യോഹന്നാന് മാത്രമല്ല, യോഹന്നാൻ മുഖാന്തരം മനുഷ്യവർഗം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു യോർദാനിൽ പദമൂന്നിയപ്പം, സാധാരണ വെള്ളം നമ്മുടെ ദേഹത്ത് കോരി ഒഴിക്കുന്നു, നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നു. എന്തിനാ? നമ്മുടെ ശരീരത്തിന്റെ അഴുക്ക്, ഞാൻ പറഞ്ഞത് ശരിക്കും കേട്ടോണേ, നമ്മുടെ ശരീരത്തിന്റെ അഴുക്ക് വെള്ളം നല്ലതായതുകൊണ്ട് വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങിയപ്പം വെള്ളത്തിന്റെ അഴുക്ക് യേശുക്രിസ്തുവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. യോഹന്നാന്റെ അഴുക്ക്, യോഹന്നാൻ ക്രിസ്തുവിന്റെ ശിരസിൽ കൈവച്ചപ്പോൾ യോഹന്നാന്റെ അഴുക്ക് മാറി, യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെട്ടു. യോർദാനിൽ കർത്താവ് കാലുകുത്തിയപ്പം റിവർ ജോർദാൻ വാസ് സാങ്ക്ടിഫൈഡ്. River Jordan was sanctified because of the purity of the Son of God. John the Baptist was sanctified because of the purity of the Son of God. അതാ മാമോദീസ, ക്രിസ്തുവിന്റെ മാമോദീസ. വെള്ളത്തെ ശുദ്ധീകരിക്കുവാൻ, മനുഷ്യവർഗത്തെ ശുദ്ധീകരിക്കുവാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ പുനരായി ക്രമീകരിക്കാൻ ക്രിസ്തു മാമോദീസ സ്വീകരിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കും. ഇങ്ങനെ സകല നീതിയും വെളിപ്പെടേണ്ടതാണ്, നിവർത്തിക്കേണ്ടതാണ്. വെളിപ്പെടേണ്ടതാകുന്നു എന്ന് അച്ഛനീ പറയുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഇതിലെ മൂന്നാമത്തെ കാര്യം. യഥാർത്ഥത്തിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏക ദൈവം യോർദാനിൽ നിൽക്കുന്നു. ആ സത്യം യോഹന്നാന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, യോർദാനിൽ വെള്ളത്തിന്റെ മുകളിൽ തീ പ്രത്യക്ഷപ്പെട്ടു. കാശിയാൻ മുതലുള്ള പിതാക്കന്മാർ ആ പാരമ്പര്യം പറയുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി, ഇച്ചിലൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഓഫ് വൺ ട്രൂ ഗോഡ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏക ദൈവം, ആ ഏകദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. ആ ഏകദൈവം യോർദാനിൽ വെളിപ്പെട്ടു. പിതാവ് ശബ്ദത്തിലൂടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രൻ വെള്ളത്തിൽ, അല്ലെങ്കിൽ പുത്രനെ യോഹന്നാൻ സ്പർശിക്കുന്നു ത്രൂ ടച്ചിങ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ്
with a concrete understanding who is the Son of God. Through hearing of the word of God, he understood God the Father. And his eyes saw a revelation of the Holy Spirit in the form of dove. പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സത്യദൈവം, പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യദൈവം, one true God, was manifested in River Jordan through human faculties. What are the faculties? Human faculties: hearing, seeing, and touching. Touching, hearing, and the power of vision. These are all human faculties. Through the human faculties, the one triune God, true God, manifested in River Jordan. അവിടെയാണ് വിശുദ്ധ മാമോദീസ ആരംഭിക്കുന്നത്, ക്രിസ്തീയ മാമോദീസ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളത്തെ യോർദാനിലെ വെള്ളമാക്കി തീർക്കണമേ എന്ന് വിശുദ്ധ മാമോദീസ ക്രമത്തിൽ ചൊല്ലുന്നത്. കാരണം ഇതിൽ തീ ഇറങ്ങി, ഫയർ ഫ്രം ഹെവൻ, ട്രൂ ഗോഡ് manifested in River Jordan on the occasion of the baptism of our Lord Jesus Christ. അതുകൊണ്ട് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചതുപോലെ ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ, എന്റെ രക്തം കുടിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുപോലെ കർത്താവ് വിശുദ്ധ മാമോദീസ സ്ഥാപിച്ചു. കർത്താവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. കർത്താവിന് നിത്യജീവൻ ലഭിക്കാനല്ല, കർത്താവിന് പുത്രസ്വീകാരം ലഭിക്കാനല്ല, കർത്താവിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാനല്ല, നമുക്ക് പുത്രസ്വീകാരം കിട്ടാൻ വേണ്ടി, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി, നാം ദൈവമക്കളാകാൻ വേണ്ടി അവൻ മാമോദീസയ്ക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് മാമോദീസ കുരിശുമരണത്തിന്റെ ഒന്നാം ഭാഗമാണ്. മാമോദീസയിലൂടെ അവൻ സ്വയം എളിമയാക്കപ്പെട്ടു. കെനോസിസ്, അതിന്റെ തുടക്കം യോർദാനാണ്. അമ്മയുടെ ഉദരത്തിൽ അവൻ ഇറങ്ങി വസിച്ചത് തന്നെ അവൻ സ്വയം വെറുമയാക്കിയതിന്റെ ഏറ്റവും മനോഹര നിമിഷമാണ്. വീണ്ടും ഇതാ അവൻ യോർദാന്റെ ഉദരത്തിലേക്കും ഇറങ്ങി. സർവശക്തനായ ദൈവം യോർദാന്റെ ഉദരത്തിൽ ഇറങ്ങി സ്വയം വെറുമയാക്കപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവിന്റെ മാമോദീസ പെരുന്നാളായ ദനഹ പെരുന്നാളിൽ അതിന്റെ ആദ്യത്തെ ഗാനങ്ങളിലൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് സ്വർഗീയ മാലാഖമാർ പറയുകയാണ്. അവരെല്ലാം അതിശയത്തോടെ നോക്കുകയാണ്. ക്രൂബന്മാരാൽ വഹിക്കപ്പെടുന്നവൻ ശ്രോപ്യന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൻ. ബലഹീനനായ മനുഷ്യനെ പോലെ സ്വദാസന്റെ കൈകളാൽ മാമോദീസ സ്വീകരിക്കുവാൻ തന്റെ സൃഷ്ടിയായ യോർദാൻ നദിയിൽ ഇറങ്ങി. ഇതിലൂടെ മാമോദീസയുടെ ഉദരം തുറന്നു. മാമോദീസയുടെ ഉദരം തുറക്കുകയും ആ മാമോദീസ തൊട്ടിയാകുന്ന സഭാഗർഭപാത്രത്തിലൂടെ അനേക ദൈവമക്കളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ കർത്താവ് മാമോദീസ. ഈ പഴയ പാരമ്പര്യത്തിൽ ദനഹ പെരുന്നാളിലാണ് ഉയർപ്പ് പെരുന്നാള്, അല്ലെങ്കിൽ എന്നാണ് ആ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ചയും പെസഹായും ഉയർപ്പ് പെരുന്നാളും എന്ന് ദനഹയിലാണ് പ്രഘോഷണം നടത്തുന്നത്, അറിയിപ്പ് കൊടുക്കുന്നത്. ദനഹയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ മാമോദീസയാണ് രക്ഷാകരമായ വീണ്ടെടുപ്പിന്റെ തുടക്കം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടാം ഭാഗം അത് നന്നായി മനസ്സിലാക്കണം. ഇത് സത്യത്തിൽ ഈ വേദപുസ്തകത്തെയും സഭയുടെ ആരാധന പാരമ്പര്യത്തെയും ഒന്നും മനസ്സിലാക്കാതെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അതല്ല ശരിയായ അർത്ഥതലം ഇതാണ് എന്ന് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ യേശുക്രിസ്തുവിന്റെ മാമോദീസയെ കുറിച്ച് പഠിപ്പിച്ചു.
ഇനി ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്കൊന്ന് തിരിച്ചു പോകാം. ആദ്യം ഓർക്കുന്നുണ്ടോ? ആദ്യം ഞാൻ പറഞ്ഞത് മാമോദീസായിക്ക് പുതിയ നിയമത്തിൽ 2 അപ്രോച്ചസ് വേണമെങ്കിൽ we can say 2 traditions about the holy baptism, Johannine tradition and the Pauline tradition. Remember that these are not 2 separate traditions, but 2 particular descriptions about one thing. ഒന്നിനെ കുറിച്ചുള്ള 2 വിശദീകരണങ്ങളാണ്. According to St. Paul, baptism എന്ന് പറയുന്നത് ആക്ച്വലി എ co-burial and a co-raised experience with our Lord Jesus Christ. Especially letter to Romans chapter 6 verse 3 onwards and letter to Colossians chapter 3 verse 12 onwards. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനം ചെയ്തു. ജോണൈൻ അപ്രോച്ച് എന്താണ്? ബാപ്റ്റിസം ഈസ് an experience, born again experience. ആത്മാവിലും സത്യത്തിലും ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിനോടുകൂടിയുള്ള വീണ്ടും ജനനത്തിന്റെ മനോഹര അനുഭവം. മാമോദീസ വീണ്ടും ജനനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, എസ്പെഷ്യലി ദ ഡിബേറ്റ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് നിക്കോദിമോസ്, in which Jesus said about baptism, the significance of baptism as rebirth. മൗലോദോ ബന്ധറീഷ്, ഉയരത്തിൽ നിന്നുള്ള ജനനം, അതായിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിലെ 2 പ്രധാന വശങ്ങൾ ഇതിലുണ്ട്. അതിലൊന്നാമത് ഞാൻ പറഞ്ഞത് ജലസ്നാനം, അല്ലെങ്കിൽ മാമോദീസ മുങ്ങുന്നു എന്ന ശ്രേഷ്ഠമായ പാരമ്പര്യം. 2 പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന സത്യേക ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ മാമോദീസയെ കുറിച്ചാണ്. അതിന്റെ വളരെ പ്രധാനപ്പെട്ടത് baptism. The sacrament was instituted by Jesus Christ at the event of his baptism in River Jordan by John the Baptist. യോഹന്നാൻ മബ്ദാനായാൽ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ മാമോദീസ സമാരംഭിച്ചു. അവിടെ പ്രധാനമായും ഓർക്കേണ്ടത് ക്രിസ്തുവിന്റെ മാമോദീസ അല്ലെങ്കിൽ ക്രിസ്തീയ മാമോദീസ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന് നിത്യജീവൻ ലഭിക്കാനോ, യേശു ക്രിസ്തുവിനെ പുത്രസ്വീകാരം ലഭിക്കാനോ, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കാനോ അല്ല, മറിച്ച് നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ, നമുക്ക് പുത്രസ്വീകാരം ലഭിക്കാൻ, നമുക്ക് വിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓർക്കുക. യോഹന്നാൻ യേശുവിന്റെ മേൽ കൈവച്ചു. John was sanctified, not Jesus, because he is the Son of God. Jesus stepped into River Jordan not for his cleanliness, but for the cleanliness of River Jordan and thus the whole creation. Then we come to the last part of the present class. 3-ാമത്തെ ഭാഗത്തിലേക്ക്, അവസാന ഭാഗത്തിലേക്ക് വരിക. The difference between Christ baptism and Christian baptism. The difference between Christ baptism and Christian baptism. ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പൊക്കെ നമ്മുടെ മാമോദീസായെ എതിർത്ത് നമ്മളിൽ ചിലരോടൊക്കെ വന്ന് പറഞ്ഞു, കർത്താവ് 30-ാമത്തെ വയസ്സിലാണ് മാമോദീസ സ്വീകരിച്ചത്, അതുകൊണ്ട് നമ്മളും 30-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. യേശു ക്രിസ്തു യോഹന്നാനിൽ നിന്ന് സ്വീകരിച്ച മാമോദീസ അല്ല നമ്മൾ സ്വീകരിച്ച മാമോദീസ. നമ്മളെ ഒരു താരതമ്യ രീതി പറഞ്ഞാൽ, ഇനി ഞാൻ പറയുന്ന ഇച്ചിരൂടെ ഇൻട്രസ്റ്റിംഗ് കേട്ടു. യേശു ക്രിസ്തു സ്വീകരിച്ച മാമോദീസയെക്കാളും ഉന്നതമായ മാമോദീസയാണ് നൽവരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസ. കാര്യം, യേശു ക്രിസ്തു യോഹന്നാൻ വരെയുള്ള മാമോദീസ പാരമ്പര്യങ്ങളെയെല്ലാം തന്റെ മാമോദീസയാൽ പൂർത്തീകരിച്ച് ക്രിസ്തീയ മാമോദീസ സമാരംഭിച്ചു. ക്രിസ്തീയ മാമോദീസ പഴയ നിയമ പാരമ്പര്യത്തിൽ കുമ്രാൻ സമൂഹത്തിലോ അവിടുത്തെ സന്യാസ പ്രസ്ഥാനങ്ങളിലോ
പഴയ നിയമത്തിൽ മാമോദീസയെ കുറിച്ച്, സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പുതിയ നിയമത്തിലും സൂചനയുണ്ട്. അതല്ല നമ്മുടെ മാമോദീസ. അതെല്ലാം പഴയ നിയമത്തിൽ വെളിപ്പെട്ട എല്ലാ നിഴലുകളും ക്രിസ്തുവിൽ പൂർത്തീകരിച്ച് ക്രിസ്തുവിൽ സമാരംഭിക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവം. അതുകൊണ്ട് ആ മാമോദീസ നൽവരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് കർത്താവ് 30-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചു. നിങ്ങളും അതുകൊണ്ട് 30-ാമത്തെ വയസ്സിൽ സ്വീകരിക്കണം. പണ്ട് സ്വീകരിച്ചത് മോശ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഇല്ലാഞ്ഞിട്ടാണ്. ചുമ്മാ വെറുതെ ഞാൻ രസത്തിന് ചോദിക്കട്ടെ, 30-ാമത്തെ വയസ്സിൽ കർത്താവ് മാമോദീസ സ്വീകരിച്ചു. കർത്താവ് മരിച്ചതെന്ന് 33-ാമത്തെ വയസ്സിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 33-ാമത്തെ വയസ്സിൽ മരിക്കണ്ടേ? അപ്പൊ അത് പറയുമോ? അത് വേണ്ട, ഞങ്ങൾ ഒരു 106, 107 വയസ്സ് വരെ ജീവിച്ചിരുന്നോട്ടെ എന്ന് നമ്മൾ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിന്റെ മാമോദീസയും ക്രിസ്തീയ മാമോദീസയും രണ്ടാണ്. ഞാൻ ഒരു വേദഭാഗം, എല്ലാം വേദഭാഗത്തിലൂടെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളല്ലോ. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ഇതിനൊരു ഉദാഹരണമുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ 19-ാം അധ്യായം. ഈ അധ്യായം ഒന്ന് ശരിക്കും വായിച്ചാൽ തന്നെ നമ്മുടെ പ്രധാന സംശയങ്ങളെല്ലാം മാറും. സഭയുടെ പാരമ്പര്യം അപ്പോസ്തോലിക പാരമ്പര്യമാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 19 വേഴ്സ് 1 ഓൺവേഴ്സ്. അത് നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പം വേദപുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകം ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. വേദപുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകം ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. അപ്പോസ്തോല പ്രവൃത്തികൾ 19-ാം അധ്യായം ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫേസോസിൽ എത്തി. ചില ശിഷ്യരെ കണ്ടു. ഇനി വിശദീകരിക്കാം, സാവധാനം കേട്ടു. അപ്പല്ലോസ് കോരിന്തിലിരിക്കുന്നു. അപ്പൊ പൗലൂസിലേക്ക് കോരിന്തി ചെന്നു. അപ്പല്ലോസ് അവിടെ ഉണ്ടല്ലോ, ഇനിയിപ്പം ഞാനൂടെ കോരിന്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട, ഞാൻ ഇച്ചിരൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയേക്കാം എന്ന് പൗലൂസ് ചിന്തിച്ചു. അങ്ങനെ ഉൾപ്രദേശം തേടി ചെന്നാണ് എഫേസോസിൽ ചെന്നത്. അവിടെ ചെന്നപ്പോ അവിടെയുണ്ട് ക്രിസ്ത്യാനികൾ. അതാണ് ചില ശിഷ്യരെ കണ്ടു. പണ്ട് വാസ്കോഡിഗാമയും കൂട്ടരും, ഭാരതം എന്ന് പറഞ്ഞാൽ ഇരുണ്ട ദേശമാണ്, അവിടെ ക്രിസ്തുമാർഗം സ്വീകരിച്ച ആരും കാണാൻ ഒരു സാധ്യതയും വാസ്കോഡിഗാമയുടെയും പോർട്ടുഗീസുകാരുടെയും മനസ്സിലില്ല. അപ്പൊ അവര് കൊച്ചി വന്നപ്പം 1501 അവര് കൊച്ചി വന്നപ്പം കുരിശുധാരികളായ ആയിരക്കണക്കിന് ആളുകൾ, തലപ്പാവിലും നെഞ്ചത്തും കുരിശ് ധരിച്ചവർ. അവരാകപ്പാടെ അതിശയിച്ചു. ഈ അതിശയത്തിന്റെ ഒരു ചെറിയ ഭാഗം പൗലൂസിനും. എഫേസോസിൽ ചെന്നപ്പം ചില ശിഷ്യരെ കണ്ടു. ഇതിന്റെ ഒരു കാരണം, പെന്തിക്കോസ്ത് ദിവസം പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവർ 3000 പേരാണ്. ആ 3000 പേരിൽ പാത്യരും ഏലാമ്യരും മെസപ്പൊത്തോമ്യരും വിവിധ ഭാഷക്കാരുണ്ട്. അവർ ക്രിസ്തു അനുഭവം സ്വീകരിച്ചു പരിശുദ്ധാത്മാവിൽ. യഥാർത്ഥത്തിൽ അവർ ഏഷ്യ മൈനറിലും റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സഞ്ചരിച്ചു. അവിടെയെല്ലാം വളരെ വൈബ്രന്റ് ആയ ചെറിയ സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹങ്ങൾ ഉണ്ടായി. അങ്ങനെ എഫേസോസിലും ക്രിസ്തുമാർഗം സ്വീകരിച്ചവരുണ്ട്. അവരെ ആദ്യം പൗലുസ്ലിഹ കാണുക. ഇനി ഞാൻ ഒന്നുകൂടെ വായിക്കാം. അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. ചില ശിഷ്യരെ കണ്ടു. അപ്പൊ പൗലൂസ് ഇത് എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്ത പൗലൂസിന്റെ അനുഭവം അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിക്കുക. അപ്പൊ പൗലൂസ് ഈ എഫേസോസുകാരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിനെ. അപ്പൊ അവർ ക്രിസ്തുമാർഗം സ്വീകരിച്ചവരാ. അവരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് അവര് പറഞ്ഞൊരു വാചകം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അവരെന്നാ കേട്ടിരിക്കുന്നു?
അവര് സ്വീകരിച്ച മാമോദീസ ഏതാ? അപ്പൊ പൗലോസിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഇവര് കേട്ടിട്ടില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് പൗലോസിന്റെ മനസ്സിൽ ഉടനെ വന്നു. കാര്യം പൗലോസിന് പറയും ഇവർ അപ്പോസ്തോലിക പാരമ്പര്യം അല്ല. അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരുമല്ല. അതുകൊണ്ട് ഉടനെ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? വിച്ച് വാസ് യുവർ ബാപ്റ്റിസം? ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? പക്ഷേ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് പൗലോസ് ഉടനെ ചോദിച്ചു. ആ ചോദ്യത്തിന് തന്നെ there is a reasonable background. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാത്ത ശിഷ്യ സമൂഹം, ആ ശിഷ്യ സമൂഹം യോഹന്നാന്റെ ഒക്കെ പ്രസംഗം മുഖാന്തരം ഈ ഒരു മാർഗത്തിലേക്ക്, ഒരു ഭക്തി മാർഗത്തിലേക്ക് വന്നവരാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഉടനെ അവര് പറഞ്ഞു, ഞാൻ ഈ പറയുന്നതൊക്കെ വേദപുസ്തകത്തിലുള്ളതാ കേട്ടോ, നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വേദപുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം, ഇപ്പം ഞാൻ വായിക്കുന്ന 3-ാമത്തെ വാക്യം. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം. കണ്ടോ, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലൂസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം യോഹന്നാന്റെ സ്നാനം ഏറ്റവർ അപ്പോസ്തോലിക സ്നാനത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലിലേക്ക് കടന്നു വരുന്നു. ഉടനെ എഫേസൂസിലെ ചില ശിഷ്യർ ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ഏക ദൈവം, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. യേശു ക്രിസ്തുവിന്റെ സ്നാനമേറ്റു. പൗലൂസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ തന്നെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പൊ നിങ്ങൾ ഓർത്തേ, എന്താ സഭ പഠിപ്പിക്കുന്നത്? ഈ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് ഒക്കെ കൂടെ വന്ന് 30-ാമത്തെ വയസ്സിലെ കർത്താവ് മാമോദീസ സ്വീകരിച്ചത്, നിങ്ങളും 30-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചില സൺഡേ സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ ഒരു ബോധവും ഇല്ലാത്തവരും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ വേദപുസ്തകം പഠിച്ചിട്ടുണ്ടോ? വിശ്വാസ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യോഹന്നാന്റെ സ്നാനം, മാനസാന്തര സ്നാനം, നമ്മൾ സ്വീകരിച്ചത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ നാമത്തിലുള്ള സ്നാനം. ആ മാമോദീസയിലൂടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ അവകാശികളായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. യഥാർത്ഥത്തിൽ ഇത് എല്ലാ ആരാധനകളും നിറഞ്ഞു നിൽക്കുന്നത് ഇതാ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും കർത്താവേ മാമോദീസായാൽ നിന്നെ ധരിച്ചവരായ ഞങ്ങളെ. കണ്ടോ, നമ്മൾ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതും ഒക്കെ മാമോദീസ സ്വീകരിച്ചതുകൊണ്ട് ആ മാമോദീസയിൽ വളരാനാണ്. ഇതാണ് ഈ ക്ലാസിന്റെ ഔട്ട്കം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ അലക്സാണ്ടർ ഷ്മിമാൻ, അദ്ദേഹം ബൈസാന്റിയൻ പാരമ്പര്യത്തിലെ ലിറ്റർജിക്കൽ തിയോളജിസ്റ്റ് ആണ്, വലിയ വേദശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സഭയുടെ ഇന്നത്തെ ദുസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വേദനാജനകമായ ഒരു കാര്യം, മാമോദീസയുടെ അനുഭവം സഭാ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതാണ് ഇന്ന് ക്രൈസ്തവ സഭകളുടെ ആത്മീയ അപജയത്തിന്റെ കാരണം. അതെപ്പോഴും നമ്മൾ ഓർക്കണം. നമുക്ക് ലഭിച്ച മാമോദീസയുടെ അനുഭവത്തിൽ നിത്യജീവനിലേക്ക് വളരണം. ആ നിത്യജീവനിലേക്ക് വളരാനാണ് പുണ്യപ്രവൃത്തികളും നമസ്കാരവും ശുശ്രൂഷയും കൗദാശിക അനുഭവമില്ല. ഇന്ന് വന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാമോദീസ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരു പ്രൈവറ്റ് ഏർപ്പാടാക്കി. പല പള്ളികളിലും നടക്കുന്നത്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ആയിപ്പോയി. മാമോദീസയുടെ ദിവസം കുർബാന അനുഭവിക്കണമെന്ന് ഇപ്പം നിർബന്ധമായും പറയുന്നുണ്ട്. മാതാപിതാക്കളും തലതൊടുന്നയാളും വിശുദ്ധ കുർബാന അനുഭവിച്ച് ഒരുങ്ങി വരണം. ചിലയിടത്തെ രീതിയൊക്കെ
പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊച്ചിനെയും പെങ്കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ തന്നെ ആദ്യം ഒരു ബെഡ ഖാന, വലിയ ഭക്ഷണം അറേഞ്ച് ചെയ്ത് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് വരിക. അതല്ല, വിശുദ്ധ കുർബാനയുടെ ഭാഗമായി വിശുദ്ധ മാമോദീസ നിർവഹിക്കണം. പഴയ പാരമ്പര്യം ഈ ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവ് യേശുമശിഹയുടെ പുനരുത്ഥാനത്തെ ഓർക്കുന്നതോടൊപ്പം മാമോദീസ പെരുന്നാളൂടെയായിരുന്നു. ഞാൻ ആ പറയുന്ന വാക്ക് അതേപടി ഒന്ന് ഓർത്തു. മാമോദീസ പെരുന്നാളൂടെയായിരുന്നു. അന്നത്തെ വായനകളെല്ലാം ചെങ്കടൽ കടക്കുന്നതും തീയിൽ നിന്ന് ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഹവും എന്നിവരെ സംരക്ഷിക്കുന്ന ആ ദൈവപുത്രന്റെ ഇടപെടലും ഒക്കെ ഉള്ള വേദവായനകൾ മാമോദീസയിലേക്കുള്ള സൂചനയാണ്. കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാൾ 50 ദിവസവും വിശ്വാസ സമൂഹം ഒരുങ്ങി സഭയുടെ പൊതുവായ ഒരുക്കം മാമോദീസയ്ക്ക് വേണ്ടി. അതൊരു പ്രൈവറ്റ് ഫാമിലി ഇടപാടല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രാധാന്യത്തിലേക്ക് യഥാർത്ഥത്തിൽ മാമോദീസയുടെ അനുഭവം തിരികെ വരണം. അങ്ങനെ തിരികെ വരുമ്പോഴാണ് പ്രതിദിനം ഈ സെക്കുലറിസം ഒക്കെ ഇത്രയും വളരുമ്പോഴും ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വളരണം. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അപ്പൊ ശരീരത്തെ നശിപ്പിക്കത്തില്ല. ലഹരി മരുന്നിനും വ്യഭിചാരത്തിനും ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല. കാര്യം ഈ ശരീരം ദൈവത്തിന്റെ കൂടാരമാണ്, ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഓൾമൈറ്റി എന്ന ബോധ്യത്തിൽ വിശ്വാസികൾ മാമോദീസയുടെ അനുഭവത്തിൽ വളരും. ഞാൻ അവസാനിപ്പിക്കുക, സമയം തീർന്നല്ലോ. നിങ്ങളൊരു 3 ചെറിയ കാര്യങ്ങൾ ഓർത്തിരിക്കണേ. ഒന്ന്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇനി സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ പിള്ളേരോട് ചോദിക്കണേ, എന്താ മാമോദീസ? ഈ ബാപ്റ്റിസ്മൽ ഡേറ്റ് പലർക്കും അറിയത്തില്ല. അതേസമയം ദനഹ പെരുന്നാളിനെ കുറിച്ചും ഉയർപ്പ് പെരുന്നാളിനെ കുറിച്ചും ഒക്കെയുള്ള പഠിപ്പിക്കലിൽ ഓരോ വർഷവും വിശ്വാസി അവനവൻ സ്വീകരിച്ച മാമോദീസയെ കുറിച്ച് ഓർത്ത് ആ മാമോദീസയുടെ അനുഭവത്തിൽ വളരാനായി പെരുന്നാളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ് ദനഹയുടെ പ്രധാന കൊമമറേഷൻ ആകുന്നത് പോലെ ഓരോ വ്യക്തിയും അവനവന്റെ ബാപ്റ്റിസത്തെ കുറിച്ച് ഓർക്കാനും ആ ദിവസം പ്രധാനപ്പെട്ടത്. നിങ്ങളെല്ലാം, ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ബർത്ത് ഡേറ്റ്, ഫിസിക്കൽ ബർത്ത് ഡേറ്റിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർത്തഡോക്സുകാരൻ ഓർക്കേണ്ടത് അവന്റെ മാമോദീസ ദിവസം. സപ്പോസ് അത് സെപ്റ്റംബർ 1. ആ സെപ്റ്റംബർ 1 നിർബന്ധമായും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കണം. അന്ന് സാധിച്ചില്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ച ചെയ്തിരിക്കണം. കാരണം അതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം. സോ റിമെമ്പർ ദ ഡേറ്റ് ഓഫ് ബാപ്റ്റിസം. രണ്ടാമത്, നിങ്ങൾക്കൊരു പേര്, എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു പേര്, വർഗീസ് എന്നും ഏബ്രഹാം എന്നും സൂസമ്മ എന്നും സാറ എന്നും ഒക്കെ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് അവർ റിയൽ നെയിം. അത് ആരുടെ പേരാ? നമ്മുടെ വല്യപ്പച്ചന്റെ വല്യമ്മച്ചിയുടെ പേര്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ആ ബാപ്റ്റിസ്മൽ നെയിം ഓർക്കണം. വർഗീസ് എന്ന പേര്, ഏബ്രഹാം എന്ന പേര്. അതാണ് തലമുറകളെ ആരാധനയിൽ ഓർക്കുന്ന വലിയ ഫെലോഷിപ്പിന്റെ, കൂട്ടായ്മയുടെ അനുഭവം. സോ റിമെമ്പർ ദ ഡേറ്റ് ഓഫ് ബാപ്റ്റിസം. റിമെമ്പർ ദ ബാപ്റ്റിസ്മൽ നെയിം. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് യുവർ ഫോർഫാദേഴ്സ്. മൂന്നാമത്തേത്, സഭയുടെ ആരാധനാ ജീവിതത്തിന്റെ കേന്ദ്രവും മാമോദീസയ. എല്ലാവരും എന്നും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരാളുണ്ട്. അതാരാന്നോ? നിങ്ങളെ മാമോദീസ മുഖ്യ അച്ഛൻ. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന അച്ഛനാ, പറീസോറീസ് അച്ഛനെ മാമോദീസ മുഖ്യ, അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണ എന്നും കേട്ടോ. അതാണ് സഭയുടെ ആത്മീക ജീവൻ എന്ന് പറയുന്നത്. അതാണ് എല്ലാ വൈദികരും നിർബന്ധമായും അവരവർ മാമോദീസ മുഖ്യ എല്ലാവരെയും ഓർത്ത് എല്ലാ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കണം. മാമോദീസ സ്വീകരിച്ചവർ അവരെ മാമോദീസ മുഖ്യ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർത്തി, ഇതാ ക്രിസ്തുവിന്റെ ശരീരം, ഇതാ സഭയുടെ സമഗ്രത. റിമെമ്പർ ബാപ്റ്റിസം.
the day of baptism, remember baptismal name. Remember the priest who baptized you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ പങ്കെടുത്തിയ എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.